ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞമ്മക്കേ റമദാൻ മാസത്തിൽ വെക്കണ ജീരകക്കഞ്ഞില്ലേ അത് വെക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 2 മണി ഉലുവ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. മല്ലിപ്പൊടി ഒരു ഇതിരിക്കട്ടെ, 1 ടീസ്പൂൺ കേട്ടോ. 1 ടീസ്പൂൺ ഒരിത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിടാം. ഉപ്പ് ഞാനിപ്പോൾ ഇത്ര ഇടണുള്ളൂ. ഇനി നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കഞ്ഞി മൂടിയിട്ട് നമുക്ക് വേവിച്ചിട്ട് വെന്ത ശേഷം കാണാം. അപ്പോൾ തേങ്ങയൊക്കെ ചരുകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് ഒരു 3 വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, ഇത് നമുക്ക് നല്ല ജീരകം കൂട്ടിയിട്ട്, ഇതാണ്ടില്ലേ നല്ല ജീരകം, ഇത് കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചിട്ട് അതിൽ കൂട്ടുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഇളക്കട്ടെ. ഇളക്കി നോക്കിയിട്ട് ഇത് വെന്തിരിക്കണം. ഇനി നമുക്ക് ഇതിലേ തേങ്ങ കൂട്ടിക്കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചത് കൂട്ടിക്കൊടുക്കാം. അതിൽ കഞ്ഞി ഇത്ര കട്ടിയൊന്നും വേണ്ട, ഇത്തിരി ലൂസായിരിക്കണം. അതാണ് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു എല്ലാവരുടെ വീട്ടിലുണ്ടാക്കണതായിരിക്കുമല്ലേ, എങ്കിലും ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം. എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാം ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ അറിയുമല്ലോ. അതൊക്കെ ജീരകക്കഞ്ഞി പറഞ്ഞാൽ റമദാൻ മാസത്തിൽ കുടിക്കണ കഞ്ഞിയല്ലേ. എല്ലാവരും വിചാരിക്കും ചെറിയ ആൾക്ക്, ചെറിയ കുടുംബത്തിന് ഇപ്പോൾ ഇത്രത്തോനൊക്കെ വേണമെന്ന് വിചാരിക്കും കേട്ടോ. എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ 2 ആളും കുടിച്ചാൽ കുറച്ച് ബാക്കി ഉണ്ടാവും. അത് നാളേക്ക് ചൂടാക്കിയിട്ട് കുടിക്കാമല്ലോ എന്നുള്ളതിനാണ്. ഇത്തിരി കൂടി വേണം വെള്ളം. ചൂട് വെള്ളം ഒഴിക്കണം കേട്ടോ മക്കളിതിൽ, എന്നാലാണ് ആ കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിത്തിരി ഇളം ചൂടുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത്തിരി ഒരു സൈഡ് ഇങ്ങനെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ അടിയിലിങ്ങനെ പിടിക്കും കുറേ ഇങ്ങനെ തിളച്ചാൽ. ഇത്ര മതി. ഇനിയിപ്പോൾ അധികമൊന്നും തിളക്കണ്ട. കുറേ നേരം തിളച്ചാൽ ഇടങ്ങേറാ. താളിക്കുന്നത് കാണിക്കാം. അപ്പം നമുക്ക് താളിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് താളിച്ചിട്ട് അതിൽ ഒഴിക്കാം.
നല്ലോണം മൊരിഞ്ഞ് ഇനി അടുപ്പ് ഓഫാക്കിയിട്ട് നമുക്കിതിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ. ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.